ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അനുഗ്രഹം നിങ്ങളുടെ ഹൃദയ കവാടത്തിന് തൊട്ട് മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ വചനമാണ് ഇന്നു പകൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന. ദൈവം ഇന്നു പകൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന പകലാണ്. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാത്ത ക്രിസ്തു, നമ്മുടെ കർത്താവായ യേശു, തനിക്കെതിരെ ദോഷം നിരൂപിക്കുകയും ദോഷം പ്രവർത്തിക്കുകയും ചെയ്തവരോട് ദോഷം പ്രവർത്തിച്ചില്ല. തന്നെ ശകാരിച്ചവരോട് തിരിച്ചു ശകാരിച്ചില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ എല്ലാവരുടെയും പാപം ചുമന്ന ഗെത്സമന തോട്ടത്തിൽ, ആ ഗെത്സമന മുതൽ ഗോൽഗോത്ത വരെ തനിക്ക് നേരിട്ട കഷ്ടാനുഭവങ്ങളുടെ നടുവിൽ യേശു അവരോടൊന്നും പ്രതികരിച്ചില്ല. അറുക്കുവാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ മൗനമായി നിന്നു കൊടുത്തു. സഹിച്ചു, ക്ഷമിച്ചു. നിന്നയും അപമാനം പരിഹാസമൊക്കെ തൻ്റെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ നമ്മുടെ കർത്താവ് എല്ലാം ക്ഷമിച്ചു. പ്രിയപ്പെട്ടവരെ, ദോഷത്തിന് പകരം ദോഷം ചെയ്തില്ല. ശകാരത്തിന് പകരം ശകാരം പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവായ യേശു ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു. യേശു കർത്താവ് മരിച്ചു. നമ്മുടെ പാപം ചുമന്നുകൊണ്ട് മരിച്ചു. നമ്മെ രക്ഷിക്കുവാൻ വന്ന ദൈവമാണ്. നമുക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം നാൾ യേശു മരണത്തെ ജയിച്ചു, പാപത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്ന സന്ദേശം മരണത്തിൻ്റെ സന്ദേശമല്ല, ഉയർപ്പിൻ്റെ സന്ദേശമാണ്. ഇത് വിടുതലിൻ്റെ സന്ദേശമാണ്, അനുഗ്രഹത്തിൻ്റെ സന്ദേശമാണ്. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ സകല പാപങ്ങളും അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അസമാധാനം അത് യേശു ചുമന്നതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങളും വേദനകളും യേശു ചുമന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അസമാധാനം നീങ്ങുകയാണ്, ഭാരങ്ങളും വേദനകളും നീങ്ങുകയാണ്. വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പകൽ നിങ്ങളിൽ സമാധാനം വാഴാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം മുൻപിൽ വന്നിരിക്കുകയാണ്. അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. എന്താണ് അനുഗ്രഹം? പാപം ഇനി നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. പാപശാപങ്ങൾ എല്ലാം ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. ദൈവപുത്രനായ യേശു നമുക്കെല്ലാവർക്കും വേണ്ടി ശാപമായി തീർന്നു. വിശ്വസിച്ചാൽ മതി. നിങ്ങൾ പ്രതികരിച്ചാൽ മതി. നിങ്ങളത് ഏറ്റെടുത്താൽ മതി. നിങ്ങളത് അംഗീകരിച്ചാൽ മതി. നിങ്ങൾ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് പകരമായി യേശു മരിച്ചു, എനിക്ക് പകരമായി അവൻ തകർക്കപ്പെട്ടു എന്നെ രക്ഷിപ്പാൻ. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നിങ്ങളത് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ മതി. നിങ്ങളത് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ മതി. അത് സത്യമാണ്. നിങ്ങളത് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ പാപം വാഴുകയില്ല, നിങ്ങളുടെ മേൽ മരണം വാഴുകയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറകളിൽ ശാപം വാഴുകയില്ല. ഈ നിമിഷം മുതൽ നിങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഈ നിമിഷം മുതൽ സമാധാനം നിങ്ങളിൽ വാഴാൻ പോവുകയാണ്. പാപമോചനം നൽകുന്ന വചനം, നിത്യജീവൻ നൽകുന്ന വചനം, സൗഖ്യം നൽകുന്ന വചനം, സന്തോഷം നൽകുന്ന വചനം, നിങ്ങൾ കേൾക്കുന്ന വചനം ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു വന്നത് എനിക്ക് വേണ്ടിയാണ്. യേശു ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. യേശു ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വിടുതൽ നൽകിക്കൊണ്ടാണ്. അനുഗ്രഹം തൊട്ടു മുൻപിൽ വന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ മതി. യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, അവിടുന്ന് എൻ്റെ രക്ഷകനാണ്, അവിടുന്ന് എനിക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, എനിക്ക് പകരമായി അവിടെ തകർക്കപ്പെട്ടു. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, അവിടെ നിന്ന് മുതൽ എൻ്റെ കർത്താവാണ്, അവിടുന്ന് എൻ്റെ രക്ഷകനാണെന്ന് ഏറ്റു പറഞ്ഞ് നോക്കിക്കേ. ഈ നിമിഷം മുതൽ നിങ്ങളുടെ സകല ഭാരങ്ങൾ നിങ്ങളെ വിട്ട് ഒഴിയാൻ പോവുകയാണ്. അസമാധാനം നിങ്ങളെ വിട്ട് നീങ്ങാൻ പോവുകയാണ്. വിശ്വസിക്കുക, ഏറ്റുപറയുക.
ഇത് വിടുതലിൻ്റെ വചനം, ഇത് അനുഗ്രഹത്തിൻ്റെ വചനം. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുക മാത്രമല്ല, നിങ്ങൾ അനുഭവിക്കുന്ന അനുഗ്രഹം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാൻ പോവുകയാണ്. നിങ്ങളൊരു അനുഗ്രഹമാകാൻ പോവുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അതെ, ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇനി ശാപമില്ല. നിങ്ങളുടെ മേൽ ഇനി പാപത്തിൻ്റെ കർത്തൃത്വമില്ല. അതെല്ലാം യേശു കർത്താവ് ഏറ്റുവാങ്ങിയിരിക്കുന്നു. പാപത്തെയും മരണത്തെയും ജയിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ വചനം. വിശ്വസിച്ച് ഏറ്റെടുക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.